Biological organization. Living things are highly organized and structured commodities. ഇപ്പോൾ വെൽ ഓർഗനൈസ്ഡ് ആണ് അല്ലെങ്കിൽ വെൽ സ്ട്രക്ചേർഡ് ആണ് ജീവനുള്ള എല്ലാ വസ്തുക്കളും. The organization follows a hierarchical arrangement on a scale of small to large. This hierarchical arrangement is called levels of organization. ഇപ്പോൾ ഈ സെഷനിൽ നമ്മൾ എന്താണ് ഈ ഹൈറാർക്കിയൽ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ തരത്തിലുള്ള വസ്തുക്കളും അത് ജീവനുള്ളതാകാം അല്ലെങ്കിൽ ജീവനില്ലാത്തതാകാം, എല്ലാം ഉണ്ടായിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. ദ ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് മാറ്റർ. ഇപ്പോൾ പലതരത്തിലുള്ള ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഉണ്ടാകുന്നു. അതിനകത്ത് തന്നെ നമ്മൾ ബയോളജിക്കൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബയോ മോളിക്യൂൾസ് ഉണ്ടാകുന്നു. ലൈഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ഈ ബയോ മോളിക്യൂൾസ് പല രീതിയിൽ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ പോളിമറൈസേഷന് വിധേയമായി മാക്രോ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ബയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്രോ മോളിക്യൂൾസ്, ഫോർ എക്സാമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, ന്യൂക്ലിയിക് ആസിഡ്സ്, പ്രോട്ടീൻസ്. അപ്പോൾ ഒരു സെല്ലിനെ ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസത്തിനെ ഡ്രൈവ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്രോ മോളിക്യൂൾസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഓരോന്നും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ന്യൂക്ലിയിക് ആസിഡ്സ്, അതിനകത്തുള്ള DNA, RNA, ഈ രണ്ട് കാറ്റഗറിയാണ് വരുന്നത്. ഇത് രണ്ടും ജനറ്റിക് മെറ്റീരിയലാണ്. ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന സെല്ലിൻ്റെ കമ്മോഡിറ്റീസാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്രോ മോളിക്യൂളാണ് പ്രോട്ടീൻസ്. അതേപോലെ തന്നെയാണ് ലിപ്പിഡ്സും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ. അപ്പോൾ മാക്രോ മോളിക്യൂൾസ് ബയോ മോളിക്യൂൾസിൽ നിന്ന് പോളിമറൈസേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്നു. അതാണ് അടുത്ത ലെവല്, ഫോർമേഷൻ ഓഫ് മാക്രോ മോളിക്യൂൾസ്. ഇനി മാക്രോ മോളിക്യൂൾസ് അഗ്രിഗേറ്റ് ചെയ്ത് അവ ഒരുമിച്ച് ചേർന്ന് സെല്ലുലാർ ഓർഗനൽസ് എന്ന് പറയുന്ന സെല്ലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണൻസ് ഉണ്ടാവുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെല്ലുലാർ ഓർഗനൽസ് ആണ് ഇവിടെ ഓരോന്നും കൊടുത്തിരിക്കുന്നത്. ഗോൾജി അപ്പാർട്ടസ്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, റൈബോസോം, ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ, ലൈസോസോം, വാക്യൂൾസ്, സെൻട്രിയോൾസ്, സൈറ്റോസ്കെലിറ്റൻ, മൈറ്റോകോൺട്രിയ. ഇതുപോലെയുള്ള കോമ്പോണൻസ് മാക്രോ മോളിക്യൂൾസ് പല രീതിയിൽ കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്നു. ഈ കോമ്പോണൻസിന് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് സെല്ലിനകത്ത് ക്യാരി ഔട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റൈബോസോമിൻ്റെ ഫങ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്. അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയയുടെ ഫങ്ഷൻ സെല്ലുലാർ റെസ്പിറേഷൻ ആണ്. ATP എന്ന് പറയുന്ന എനർജി റിച്ച് ആയിട്ടുള്ള മോളിക്യൂളിനെ, ബയോ മോളിക്യൂളിനെ മൈറ്റോകോൺട്രിയയുടെ ആക്ഷൻ്റെ ഫലമായിട്ട് സെല്ലിനകത്ത് സിന്തസൈസ് ചെയ്യപ്പെടുന്നു. അതുപയോഗിച്ചിട്ട് സെല്ലിൻ്റെ പലതരത്തിലുള്ള വൈറ്റൽ ആക്ടിവിറ്റീസും ക്യാരി ഔട്ട് ചെയ്യുന്നു. അപ്പോൾ മാക്രോ മോളിക്യൂൾസിൻ്റെ, ബയോ മാക്രോ മോളിക്യൂൾസിൻ്റെ അഗ്രിഗേറ്റ്സ് ആണ് ഓർഗനൽസ്. അവ സെല്ലിനകത്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻ ചെയ്യും. അപ്പോൾ ഇനി ഈ ഓർഗനൽസ് എല്ലാം അറേഞ്ച് ചെയ്ത് സെൽ എന്ന് പറയുന്ന ആ കമ്മോഡിറ്റി ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഓർഗനൽസ് അറേഞ്ച് ചെയ്ത് സെൽസ് ഉണ്ടാകുന്നു. ഒരു ഓർഗാനിസത്തിൻ്റെ ഏറ്റവും ബേസിക് ബിൽഡിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. ചില ഓർഗാനിസത്തിൽ, ഫോർ എക്സാമ്പിൾ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ, അവയ്ക്ക് ഒറ്റ സെല്ല് മാത്രമേ കാണത്തുള്ളൂ. ആ സെല്ല് തന്നെയാണ് അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇനി ഈ സെല്ലിനകത്തുള്ള ഓർഗനൽസിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ സെല്ലിൻ്റെ ഓവറോൾ നേച്ചർ, അതിനെ ബേസ് ചെയ്തിട്ട് സെല്ലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യുക്കാരിയോട്ടിക് സെൽസും പ്രോകാരിയോട്ടിക് സെൽസും. ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സെല്ലുലാർ ഫോമാണ് പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ പ്രത്യേകത, മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സെല്ലുലാർ ഓർഗനൽസ് ഒന്നും അതിനകത്ത് കാണത്തില്ല. ഫോർ എക്സാമ്പിൾ ന്യൂക്ലിയസ് എന്ന് പറയുന്ന സ്ട്രക്ചർ പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അവയുടെ ജനറ്റിക് മെറ്റീരിയൽ ഈ സൈറ്റോപ്ലാസത്തിൽ തന്നെ ബേത്ത് ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അവയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ കമ്പാർട്ട്മെൻറ്റ് ഇല്ല.
സെപ്പറേറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല. അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള മറ്റുള്ള ഓർഗനൽസ്, ഫോർ എക്സാമ്പിൾ മൈറ്റോകോൺട്രിയ പോലെയുള്ള ഓർഗനൽസ് പ്രോകാരിയോട്സിൽ ഉണ്ടാവില്ല. യൂക്കാരിയോട്സിൻ്റെ സ്ഥിതി അങ്ങനെയല്ല. യൂക്കാരിയോട്സിന് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്, ഒരു ന്യൂക്ലിയർ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിനകത്താണ് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൈറ്റോപ്ലാസത്തിനകത്ത് പലതരത്തിലുള്ള മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ മൈറ്റോകോൺട്രിയ, ഗോൾജി അപ്പാർട്ടസ് പോലെയുള്ള സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഇനി ചില ഓർഗാനിസത്തിൻ്റെ ഓർഗനൈസേഷൻ ഈ സെൽ എന്ന് പറയുന്ന ലെവൽ കൊണ്ട് നിൽക്കുകയാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ആ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനകത്ത് ഒറ്റ സെല്ല് മാത്രമേ കാണത്തുള്ളൂ. ഇനി അടുത്ത ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഒക്കെ വരുന്നത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ ഈ സെൽസ് എല്ലാം കൂടെ ഒരേ തരത്തിലുള്ള ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന സെൽസ് എല്ലാം കൂടെ ചേർന്ന് അടുത്ത ലെവലായിട്ട് മാറും. അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ സെല്ലുലാർ ലെവൽ കൊണ്ട് അവയുടെ ഓർഗനൈസേഷൻ തീരുകയാണ്. പക്ഷേ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ അടുത്ത ലെവലുകൾ ഉണ്ടായിരിക്കും. ഇനി അടുത്ത ലെവല് ടിഷ്യൂസ് ആണ്. ഫോർമേഷൻ ഓഫ് ടിഷ്യൂസ് ഫ്രം സെൽസ്. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻസ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസമാണ്. ഹ്യൂമൻസിൻ്റെ ബോഡിയിൽ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ടിഷ്യൂസ് കാണാം. എന്താണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്? സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന സെൽസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നുണ്ടാകുന്ന സ്ട്രക്ചേഴ്സാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ടിഷ്യൂസ് ആർ അസംബ്ലേജ് ഓഫ് സെൽസ് ദാറ്റ് ക്യാരി എ സ്പെസിഫിക് ഫങ്ഷൻ. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ടിഷ്യൂസ് നമുക്ക് ഹ്യൂമൻ ബോഡിയിൽ കാണാൻ സാധിക്കും. ബ്ലഡ് ഒരു ടിഷ്യൂ ആണ്. ബോൺ എന്ന് പറയുന്നൊരു ടിഷ്യൂ ആണ്. എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്, കാർട്ടിലേജ് ടിഷ്യൂ ഉണ്ട്, അഡിപ്പോസ് ടിഷ്യൂ ഉണ്ട്, നെർവസ് ടിഷ്യൂ ഉണ്ട്, മസിൽ ടിഷ്യൂ ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന ടിഷ്യൂസ്. അപ്പോൾ സെൽസ് എന്തായിട്ട് മാറിയിരിക്കുകയാണ്? അടുത്ത ലെവലായിട്ട് മാറിയിരിക്കുകയാണ്. അവ ഓർഗനൈസ് ചെയ്ത് സ്പെസിഫിക് ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന ടിഷ്യൂസ് ഫോം ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ടിഷ്യൂസ് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന ടിഷ്യൂസ് എല്ലാം കൂടെ ചേർന്ന് ഓർഗൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നെർവസ് ടിഷ്യൂസ് എല്ലാം കൂടെ ചേർന്ന് ന്യൂറോൺസ് അതുപോലുള്ള ടിഷ്യൂസ് എല്ലാം കൂടെ ന്യൂറോണൽ സെൽസിൻ്റെ അസംബ്ലേജ് നെർവസ് ടിഷ്യൂവിൻ്റെ ഭാഗമാണ്. ആ നെർവസ് ടിഷ്യൂ എല്ലാം കൂടെ ചേർന്ന് ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് പോലെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഒരേ തരത്തിലുള്ള ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന ടിഷ്യൂസ് എല്ലാം കൂടി ചേർന്നുണ്ടാകുന്ന ഒരു ഹയർ ലെവൽ ഓർഗനൈസേഷനാണ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മസിൽ ടിഷ്യൂ എല്ലാം കൂടെ ചേർന്ന് മസിൽസ് ഉണ്ടാകുന്നു. സ്മൂത്ത് മസിൽസും കാർഡിയാക് മസിൽസും സ്കെലിറ്റൽ മസിൽസും ഒക്കെ. അതുപോലെ തന്നെ ബോൺ ടിഷ്യൂ ചേർന്ന് ബോൺസ് ഫോം ചെയ്യുന്നു. ഇപ്പോൾ മസിൽ ടിഷ്യൂ എല്ലാം കൂടെ ചേർന്ന് മസിൽസ് ഉണ്ടാകുന്നു. സ്മൂത്ത് മസിൽസും കാർഡിയാക് മസിൽസും സ്കെലിറ്റൽ മസിൽസും ഒക്കെ. അതുപോലെ തന്നെ ബോൺ ടിഷ്യൂ ചേർന്ന് ബോൺസ് ഫോം ചെയ്യുന്നു. ഇനി ബ്ലഡ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ചേർന്ന് അതിൻ്റെ ഹയർ ലെവൽ ഫോം ചെയ്യുന്നു. ഇനി അടുത്ത ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരേപോലെയുള്ള ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന ഓർഗൻസ് എല്ലാം കൂടെ ചേർന്ന് ഒരു ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യുന്നു. അപ്പോൾ ഹയർ ഓർഗാനിസത്തിൻ്റെ പ്രത്യേകതയാണ് ഓർഗൻസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ഓർഗൻ സിസ്റ്റം. സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്ന ഓർഗൻസ് എല്ലാം ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇവിടെ റെസ്പിറേറ്ററി സിസ്റ്റം കാണിച്ചിരിക്കുന്നു. റെസ്പിറേറ്ററി സിസ്റ്റം നോക്കുകയാണെങ്കിൽ അതിനകത്ത് പലതരത്തിലുള്ള ഓർഗൻസ് ഉണ്ട്. അതായത് സ്റ്റാർട്ടിങ് ഫ്രം ദ നോസ്ട്രിൽസ്, then nasal cavity, then pharynx, then trachea, larynx, then lungs. ഇതെല്ലാം ഈ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഓർഗൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഇതേപോലെ തന്നെ നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റം എടുക്കാം. അതിനകത്ത് തന്നെ പല അവയവങ്ങളുണ്ട്. അതായത് മെയിൻ പമ്പിങ് ഓർഗനായിട്ടുള്ള ഹാർട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലഡിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ബ്ലഡ് വെസൽസ്, ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ് ആ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് ആ ബ്രെയിന്, സ്പൈനൽ കോഡ് ഇതുപോലുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം ചേർന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഓർഗൻസ് എല്ലാം ചേർന്നാണ് ആ സിസ്റ്റം ഫോം ചെയ്തിരിക്കുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് പല ഓർഗൻസിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഓർഗൻസ് എല്ലാം ചേർന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന ഓർഗൻസ് എല്ലാം ചേർന്ന് ഓർഗൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു. ഇനി പല ഓർഗൻ സിസ്റ്റത്തിൻ്റെ ഒരു അസംബ്ലേജ് ആണ് ഫൈനലി ഒരു ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള ഓർഗൻ സിസ്റ്റംസ് എക്സിസ്റ്റ് ചെയ്യും. ഇതെല്ലാം നമ്മൾ ഹയർ ഓർഗാനിസത്തെക്കുറിച്ചാണ് പറയുന്നത്. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസിലാണെങ്കിൽ അവയുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സെല്ലുലാർ ലെവൽ കൊണ്ട് നിൽക്കുകയാണ്. ബാക്കിയുള്ള മൾട്ടി സെല്ലുലാർ ഹയർ ഓർഗാനിസത്തിൽ മാത്രമാണ് ഇത്രയും കോംപ്ലക്സിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഓർഗാനിസംസ് എല്ലാം കൂടെ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന അടുത്ത ഒരു ഇതാണ് പോപ്പുലേഷൻസ് എന്ന് പറയുന്നത്. പോപ്പുലേഷൻസ് മീൻസ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് belonging to the same species or closely related species existing in a particular habitat. ഒരു ഹാബിറ്റാറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സിമിലർ ആയിട്ടുള്ള സ്പീഷീസിൽ ഉൾപ്പെടുന്ന ഓർഗാനിസത്തിൻ്റെ അസംബ്ലേജിനെ നമ്മൾ എന്ത് വിളിക്കും? പോപ്പുലേഷൻസ് എന്ന് വിളിക്കും. അപ്പോൾ അടുത്ത ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് പോപ്പുലേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ പലതരത്തിലുള്ള പോപ്പുലേഷൻസ് ഉണ്ടായിരിക്കും. അതായത് ഹ്യൂമൻ പോപ്പുലേഷൻസ് കാണും, ഇൻസെക്ട്സിൻ്റെ പോപ്പുലേഷൻസ് കാണും, മാമൽസിൻ്റെ പോപ്പുലേഷൻസ് കാണും. ഈ പോപ്പുലേഷൻസ് എല്ലാം വസിക്കുന്നത് ആ പർട്ടിക്കുലർ എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ പോപ്പുലേഷൻസിനെയും ചേർത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ടേം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോപ്പുലേഷൻസ് കൂടി ഉണ്ടാകുന്നതാണ് കമ്മ്യൂണിറ്റീസ്. ഇനി ഈ കമ്മ്യൂണിറ്റീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിറ്റീസും അതുപോലെ തന്നെ എബയോട്ടിക് ഫാക്ടേഴ്സും ചേർന്നാണ് അടുത്ത ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് എക്കോസിസ്റ്റം ഫോം ചെയ്യുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോപ്പുലേഷൻസ്, ദെൻ എബയോട്ടിക് ഫാക്ടേഴ്സ് പ്ലസ് എബയോട്ടിക് ഫാക്ടേഴ്സ്. അതായത് എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് കോമ്പോണൻസ് ഓഫ് ദ എക്കോസിസ്റ്റം ആണ്. അതായത് വിൻഡ്, സൺലൈറ്റ്, സോയില്, ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയർ, വാട്ടർ, ഇതുപോലുള്ള നോൺ ലിവിങ് കമ്പോണൻസും ഒക്കെ ചേർന്ന് അത് എന്തായിട്ട് മാറും? എക്കോസിസ്റ്റമായിട്ട് മാറും. അപ്പോൾ കമ്മ്യൂണിറ്റീസ് പ്ലസ് എബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് എക്കോസിസ്റ്റം. ഇനി പലതരത്തിലുള്ള എക്കോസിസ്റ്റം ഒരുമിച്ച് ചേർന്നാണ് ഇവിടുത്തെ ബയോസ്ഫിയർ ഉണ്ടാകുന്നത്. ഈ ബയോസ്ഫിയർ അറ്റ്മോസ്ഫിയറിലും ഹൈഡ്രോസ്ഫിയറിലും ലിത്തോസ്ഫിയറിലുമായിട്ട് ആണ് സ്പ്രെഡ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ മൂന്ന് പോർഷൻസിലും കമ്പോണൻസിലും എർത്തിൻ്റെ കമ്പോണൻസിലും വരും. അറ്റ്മോസ്ഫിയറിലും ഉണ്ടായിരിക്കും, ഹൈഡ്രോസ്ഫിയറിലും ഉണ്ടായിരിക്കും, ബയോസ്ഫിയറിലും ഉണ്ടായിരിക്കും. ബയോളജിക്കൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. എല്ലാ ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും ഒക്കെ ഉണ്ടായിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. പലതരത്തിലുള്ള ആറ്റംസ് അറേഞ്ച് ചെയ്ത് ലിവിങ് തിങ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ഈ ബയോ മോളിക്യൂൾസിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്രോ മോളിക്യൂൾസ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, ന്യൂക്ലിയിക് ആസിഡ്സ്, ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്രോ മോളിക്യൂൾസ് ഉണ്ടാവുന്നു. ഈ മാക്രോ മോളിക്യൂൾസ് സെല്ലുലാർ ഓർഗനൽസ് ആയിട്ട് അഗ്രിഗേറ്റ് ചെയ്യപ്പെടുന്നു. ഓർഗനൽസിൻ്റെ ഒരു അസംബ്ലേജ് ആണ്, പലതരത്തിലുള്ള ഓർഗനൽസിൻ്റെ ഒരു അസംബ്ലേജ് ആണ് സെൽ എന്ന് പറയുന്നത്. ചില ഓർഗാനിസത്തിൽ ഈ സെൽ കൊണ്ട് തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഓർഗനൈസേഷൻ വരുന്നു. അതായത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും. അതായത് അത് കഴിഞ്ഞിട്ട് അതിന് ഹയർ ലെവലൊന്നും കാണത്തില്ല. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള കോംപ്ലക്സ് ഓർഗാനിസത്തിൽ ഈ സെല്ലുലാർ ലെവൽ കഴിഞ്ഞ് സെൽസ് ഒരേ തരത്തിലുള്ള ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന സെൽസ് ചേർന്ന് ടിഷ്യൂസ് ഫോം ചെയ്യുന്നു. അങ്ങനെ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ടാവുന്നു. ഇനി ഒരേ ധർമ്മം ക്യാരി ഔട്ട് ചെയ്യുന്ന, ഒരേ ഫങ്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന ടിഷ്യൂസ് എല്ലാം ചേർന്ന് പലതരത്തിലുള്ള ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻസ്, സിമിലർ ആയിട്ടുള്ള ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാകുന്നു. ഇനി
ഓർഗൻ സിസ്റ്റത്തിൻ്റെ ഒരു അസംബ്ലേജ് ആയിട്ട് നമുക്ക് എന്തിനെ കൺസിഡർ ചെയ്യാം? ഓർഗാനിസത്തിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഹയർ ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ കോംപ്ലക്സ് ഓർഗാനിസത്തിൻ്റെ കേസാണ് പറയുന്നത്. ചില ടൈപ്പിൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ മാത്രമേ കാണത്തുള്ളൂ. അത് യൂണിസെല്ലുലാർ ഓർഗാനിസവും വരും, ചില പ്രിമിറ്റീവ് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും വരും. ഇനി ചില ഫോമിനകത്താണെങ്കിൽ സെൽസ് ടിഷ്യൂസ് ആയിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അതുകൊണ്ട് അതിൻ്റെ കംപ്ലീറ്റ് കോംപ്ലക്സിറ്റി തീർന്നു എന്നുള്ളതാണ്. ചിലതിനകത്ത് അങ്ങനെയല്ല, ടിഷ്യൂസ് ഓർഗൻസ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവിടെ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും കാണുന്നത്. ഇനി അതിനേക്കാളും ഹയർ ആയിട്ടുള്ള ഓർഗാനിസത്തിൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസം ഫോംസ് എന്ന് പറയുന്നത്. ഇനി പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ എക്കോസിസ്റ്റം, ബയോസ്ഫിയർ എന്നൊക്കെ പറയുന്നത് ഓപ്ഷണലാണ്. നമുക്ക് ബയോളജിക്കൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനകത്ത് ആറ്റംസ്, മോളിക്യൂൾസ്, മാക്രോമോളിക്യൂൾസ്, ഓർഗനൽസ്, സെല്ല്, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം, ഓർഗാനിസം ഇത്രയും മെൻഷൻ ചെയ്താൽ മതിയായിരിക്കാം.